നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. നന്ദിനി, 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 താനെന്ത് എന്തിനാ നന്ദിനി ഇവിടെ വന്നിരിക്കുന്നേ? സാറിന്റെ അടുത്തേക്ക് വരല്ലേ, എനിക്ക് സാറിനെ കാണുമ്പോ പേടിയാവുക. എന്തിന് തല്ലല്ലേ സാർ, എന്തിന് തല്ലല്ലേ സാർ? നന്ദിനി, ഞാൻ പറയുന്നൊന്ന് കേക്ക് പ്ലീസ്. എനിക്കൊന്നും കേൾക്കണ്ട. സാറിന്റെ അടുത്തേക്ക് വന്ന ഞാൻ താഴേക്കെടുത്ത് ചാടും. എനിക്ക് സാറിനെ പേടിയാ, ശരിക്കും പേടിയാ. അതിന് ഞാൻ തന്നെ ഒന്നും ചെയ്യില്ല. വേണ്ട, സാറിന്റെ ദേഷ്യം ഒന്നും മാറിയിട്ടില്ല. സാറിനെ വീണ്ടും തല്ലും. എനിക്ക് എന്റെ ചെവി വേദനിച്ചിട്ട് വയ്യ സാർ. എന്നെ ഇങ്ങനെ ഇതുവരെ ആരും തല്ലിയിട്ടില്ല. എത്ര നേരം കഴിഞ്ഞ ചെവിയിലെ മൂളൊന്ന് നിന്നറിയൂ. അയ്യോ വരില്ല സാർ, സത്യായിട്ട് ഞാൻ എടുത്ത് ചാടും. നന്ദിനി, നന്ദിനി, ഓക്കെ ഓക്കെ ഓക്കെ, ഞാൻ ഇവിടുന്ന് ഒരു അടി മുന്നോട്ട് വരികയില്ല, എന്റെ അടുത്തേക്ക് വരികയില്ല. ഐ എം സോറി നന്ദിനി, ഐ എം റിയലി സോറി. സാർ എന്തിനാ എന്നെ തല്ലിയത്? എന്താ കാരണം പോലെ എനിക്ക് അറിഞ്ഞൂടാ. അതറിഞ്ഞിരുന്നെങ്കിൽ ഇത്രയും സങ്കടം എനിക്ക് ഉണ്ടാവുമായിരുന്നില്ല. ഞാൻ എന്ത് തെറ്റ് സാറിനോട് ചെയ്ത്? ഞാൻ ഏതെങ്കിലും രീതിയിൽ സാറിനെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടോ? എനിക്ക് എന്തെങ്കിലും വേണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? സാറിന്റെ ഭാര്യ ഭാര്യ എന്ന് പറയുന്നല്ലാതെ ഞാൻ ഇതുവരെ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? സാറ് കെട്ടിയ താലിയുടെ പേരില് എന്തെങ്കിലും അധികാരം ഞാൻ കാണിച്ചിട്ടുണ്ടോ? എന്നിട്ടോ എന്തിനാ സാർ എന്നെ തല്ലിയത്? വേണ്ട, ഈ വീടിനകത്തിട്ട് എല്ലാരും ചവിട്ടി അരയ്ക്കുമ്പോ എനിക്ക് സങ്കടം പറയാൻ ആകെ ഉണ്ടായിരുന്നത് സാറ്. സാർ അത് കേട്ടിരിക്കുന്ന ബോധത്തില ഞാൻ ഇത്രയും കാലം ജീവിച്ചത്. അതൊക്കെ സാർ ഇല്ലാതാക്കിയില്ല. എനിക്ക് മതിയായി സാർ, എനിക്ക് ജീവിച്ച് മതിയായി. തന്നെ ഞാൻ കാത്തു രക്ഷിച്ചോളാന്ന് പറഞ്ഞത് സത്യം തന്നെയാ നന്ദിനി. ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും ഞാൻ തന്നെ തല്ലിയിട്ടുണ്ടോ? ശബ്ദം ഉയർത്തി സംസാരിച്ചിട്ടുണ്ടോ? ഉണ്ടല്ലോ, അന്ന് മദ്യ ബോട്ടിൽ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് എന്റെ അടുത്തേക്ക് തല്ലാനും കൊല്ലാനും ഒക്കെ വന്നില്ലേ? എടോ, അത് വേറെ സാഹചര്യം. മദ്യത്തിനോടുള്ള എന്റെ താല്പര്യം തനിക്ക് അറിയാവുന്നതല്ലേ? അന്ന് ഞാനല്ലല്ലോ തെറ്റ് ചെയ്തത്. സാർ ബാളുണ്ടാക്കാൻ എന്നെയാ തെരഞ്ഞെടുത്തത്. ഞാൻ എന്റെ വീട്ടിൽ പൊക്കോട്ടെ എന്ന് എത്ര തവണ ചോദിച്ചതാ. എന്റെ അച്ഛന്റെ മുത്തശ്ശിയുടെ ഒക്കെ കൂടെ പോയി നിന്നോട്ടെ ഞാൻ എത്ര തവണ ചോദിച്ചതാ. ഞാനിവിടെ സമാധാനമായിട്ട് നിൽക്കുമായിരുന്നല്ലോ. എന്തിനു സാർ എന്നെ ഒന്നിനും കൊള്ളാത്തവളാക്കിയത്?
നന്ദിനി, ഞാൻ കാര്യം എന്താണെന്ന് നിന്നോട് പറഞ്ഞു തരാം. സർ, അവിടുന്ന് മുന്നോട്ട് വരില്ലെന്ന് എന്നോട് പറഞ്ഞതാ. വരില്ല സർ. ഓക്കെ. എന്റെ ചെവി എപ്പോഴും വേദനിച്ചോണ്ടിരിക്കുക. നന്ദിനി, താനൊരു ഷർട്ട് എടുത്ത് മേശ കൊടുത്തില്ലേ? അത് എനിക്ക് എത്ര പ്രിയപ്പെട്ടതാണെന്ന് അറിയൂ? എനിക്കറിഞ്ഞൂടാ. ഞാൻ മേശ തുടക്കാൻ വേണ്ടി കരുതി കൂട്ടി എടുത്തതുമല്ല. അടുക്കളയിൽ അത് ചുരുട്ടിക്കൂട്ടി നനച്ചു വെച്ചിരുന്നതാ. സാധാരണ മേശ തുടക്കാനുള്ള തുണി അവിടെ വെക്കുന്നതുകൊണ്ട് ഞാൻ എടുത്തുന്നേ ഉള്ളൂ. അതിന് ഞാൻ തല്ലുകൊണ്ടത്. നന്ദിനി, ആ ഷർട്ട് എന്റെ പ്രാണനായിരുന്നു. ഞാൻ തന്നോട് പറഞ്ഞിട്ടില്ല ഞാനെങ്ങനെ നിലയില്ലാതെ കുടിക്കുന്നതിന്റെ കാരണം. എനിക്ക് അമ്മയോട് ശത്രുത തോന്നിയതിന്റെ കാരണം അത് എന്റെ മനസ്സിലുണ്ടായിരുന്ന പെൺകുട്ടി ഉണ്ടല്ലോ, അവൾ ഉപയോഗിച്ച ഷർട്ട്. അത് അവളുടെ മണമുള്ള ഷർട്ട്. അത് അവളുടെ എന്ന് പറയാൻ എന്റെ കയ്യിലുള്ള ഒന്നേ ഒന്ന്. അതെടുത്ത് മേശ തുടങ്ങിയത് കണ്ടപ്പോ എനിക്ക് പിടിച്ചു വയ്ക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് അങ്ങനെ ചെയ്തു പോയതാ നന്ദിനി. സോറി.